ധ്രുവണി നമ്മൾ ടാറ്റ പോവാ നമ്മൾ എങ്ങനെയാ ടാറ്റ പോണേ? ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനും ധ്രുവിയും കൂടെ ടാറ്റ പോവാം കേട്ടോ. എങ്ങോട്ടാന്നല്ലേ, എൻ്റെ അമ്മേൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അമ്മ വർക്ക് കഴിഞ്ഞിട്ട് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനല്ല, എല്ലാ കൊല്ലം ബർത്ത്ഡേക്കും ഞാൻ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും അമ്മ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരും. ചെറുപ്പം തൊട്ടേ അമ്മ എത്ര പൈസ ഇല്ല എന്നുണ്ടെങ്കിലും അമ്മനെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ഡ്രസ്സ് ഞങ്ങൾക്ക് എടുത്ത് തരാറുണ്ട് കേട്ടോ. എനിക്കും അനിയത്തിക്കും എടുത്ത് തരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. 1-2 ഷോപ്പിലൊക്കെ കയറി, പക്ഷേ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഞാൻ ചുരിദാർ ഇട്ട് കാണണമെന്നായിരുന്നു ഇഷ്ടം. അപ്പോൾ പിന്നെ അമ്മേൻ്റെ ആഗ്രഹത്തിന് ഞാൻ ചുരിദാർ വാങ്ങിച്ചു. 2 ചുരിദാർ ഞാൻ സെലക്ട് ചെയ്തു. പക്ഷേ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് ബ്ലാക്കാണ്. അമ്മയ്ക്കാണ് അതിൽ ഇഷ്ടപ്പെട്ടത് യെല്ലോ ആണ്. എനിക്ക് യെല്ലോ കളറില്ല, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് യെല്ലോ കളറില്ലാത്തതുകൊണ്ട് ഞാൻ യെല്ലോ ചുരിദാറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടമായി, പക്ഷേ വയറിൻ്റെ ഭാഗത്തായിട്ട് എന്തോ ഒരു ചെറിയൊരു ഡിസൈൻ പോലൊരു സാധനം ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിച്ചത്. പിന്നെ അമ്മ പറഞ്ഞു അത് മാറ്റിയാൽ പോരെ, എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ട് പോയിട്ട് അവിടുന്ന് ഞാനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയ്ത്തോ കുടിച്ചു. പിന്നെ അമ്മ ഒരു അവിൽ മിൽക്ക് വാങ്ങി. അവിൽ മിൽക്ക് വാങ്ങിയിട്ട് പകുതി മുക്കാലും ഞാൻ തന്നെ കേട്ടോ കഴിച്ചത്. അമ്മനെയും കൊണ്ട് പുറത്ത് പോയാൽ അതാട്ടോ പ്രശ്നം. അമ്മ ഒരു ഭക്ഷണം കഴിക്കൂല. അമ്മ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലും അത് ഞങ്ങൾക്ക് തന്നെ തിരിച്ച് വാരി തരും. അപ്പോൾ പിന്നെ അങ്ങനെ അവിൽ മിൽക്കിൽ പകുതി ഞാനാട്ടോ കുടിച്ചത്. പിന്നെ മോൻ അതൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഒരു പാൽ കേക്ക് പോലത്തെ പാൽ കേക്കല്ല, ചട്ടിപ്പത്തിരീൻ്റെ വേറൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു വേർഷനാണ്, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി ആയിട്ട് അവൻ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ പുറത്തുനിന്നൊന്നും ഫുഡ് വാങ്ങിയിട്ട് അവനങ്ങനെ കൊടുക്കാറില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ജസ്റ്റ് അവൻ്റെ ഫുഡ് എൻ്റെ കയ്യിലില്ലായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊടുത്തത്. പിന്നെ വേറൊരു ഷോപ്പിൽ പോയിട്ട് മോൻ അവിടെ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അമ്മ എന്നോ കണ്ടുവച്ചാണ്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ എന്നോടും കൂടെ ചോദിച്ചിട്ട് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോയത്. എനിക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അവൻ്റെ ബർത്ത്ഡേക്ക് അമ്മേൻ്റെ വക ഗിഫ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. പോകുമ്പോൾ മോൻ നല്ല ഉറക്കമാണ്. അതുവരെ കളിച്ചിട്ട് ഓട്ടോ കയറി അപ്പോൾ തന്നെ അവൻ കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.